നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ BJPക്ക് ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിനുകളൊക്കെ CJP നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ യുവാക്കൾ ആണ് ഈ ഒരു CJP ആ ഒരു പാർട്ടി ആകർഷിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവർ ജൂൺ 20 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അവരവിടെ പ്രതിഷേധം നടത്തുകയാണ്. ഇന്നിപ്പോൾ 13 ദിവസത്തോളമായിട്ടുണ്ട് ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലൊരു കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ കേന്ദ്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും എടുത്തു മാറ്റാൻ, അല്ലെങ്കിൽ ഒരു നിമിഷം മതിയല്ലോ ഇപ്പോൾ അവിടുത്തെ പോലീസുകാർക്ക് അവിടെ നിന്ന് മാറ്റാൻ. പക്ഷെ വലിയ രീതിയിലൊരു നീക്കങ്ങളൊന്നും കാണുന്നില്ല. അതായത് ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിയമത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലൊരു തിരിച്ച് അവരെ അവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ആ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങളൊന്നും കാണുന്നില്ല. സമരം നടത്തുമ്പോൾ സമരം നടക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്രം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അല്ല, തീർച്ചയായും അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളുക എന്നുള്ളൊരു നയം തന്നെ ആയിരിക്കും. കാരണം നമുക്കറിയാലോ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് തന്നെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോടതി മുറിയിൽ ഒരു ഹർജിക്ക് വാദം കേട്ടുകൊണ്ടിരിക്കെ നടത്തിയ ഒരു പരാമർശത്തിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ചില ആൾക്കാർ ഇവിടെ ഉണ്ട്, ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത പാറ്റകളെപ്പോലെയും മറ്റ് പരാന്നഭോജികളായ ജീവികളെപ്പോലെയും സമൂഹത്തെ കാർന്ന് തിന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആ ഹർജിയിലെ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള വ്യക്തി അതിനെ വളച്ചൊടിച്ച് രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം പാറ്റകളെ പോലെയാണ് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടാക്കുന്നത്. ഇവരുടെ ക്യാമ്പയിൻ എല്ലാം സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ക്യാമ്പയിനുകളായിരുന്നു. ഇൻസ്റ്റയിലും എക്സും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ. ഇതിലൊക്കെ ബോട്ടടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ പെരുപ്പിച്ച് കാട്ടുന്നു. 2 കോടിയിൽ പരം ആളുകൾ അവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്തു എന്നാണ് പറയുന്നത്. BJPയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളേക്കാൾ കൂടുതലാണത്രേ. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഭീഷണിയാകുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ വലിയ പ്രചരണം നടന്നത്. അത് ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ വരെ അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. കാരണം സാങ്കേതിക വിദ്യാ രംഗത്ത് ഇതല്ല ഇതിനപ്പുറവും സാധ്യമാകും, ഇല്ലാത്ത ഫോളോവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നറിയാത്തവരാണ് ഈ രീതിയിൽ ഈ പറയുന്ന ഫോളോവേഴ്സ് കണ്ട്, സമൂഹ മാധ്യമങ്ങളിലെ ഫോളോവേഴ്സ് കണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയെ വിലയിരുത്തിയത്. അവരെല്ലാം പറഞ്ഞത് രാജ്യത്താകെ യുവാക്കൾ വലിയ പ്രക്ഷോഭത്തിലാണ്, അവർ വലിയ ദേഷ്യത്തിലാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ ഈ ഒരു ഭരണവിരുദ്ധ വികാരം പുറത്തേക്ക് ചാടുമെന്നാണ്. ബാംഗ്ലൂരിലാണ് ഇവരുടെ ആദ്യത്തെ പ്രത്യക്ഷമായ പരിപാടി നടന്നത്. അതിനകത്ത് ആരും വന്നില്ല. അതിനുശേഷം ഈ ഓപ്പറേഷൻ എല്ലാം ഇവർ നടത്തിയത് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി നടത്തിയത് US-ലിരുന്നുകൊണ്ടാണ്. അയാളെ ബോസ്നിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ പുറത്താക്കിയെന്നോ ഒന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുശേഷം അയാൾ ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ആരും എയർപോർട്ടിലേക്ക് എന്നെ സ്വീകരിക്കാൻ വരണ്ട, ആരോ സ്വീകരിക്കാൻ എത്തുമെന്ന് പറഞ്ഞതുപോലെയാണ്, ആരും എന്നെ എയർപോർട്ടിലേക്ക് സ്വീകരിക്കാൻ വരണ്ട. കാരണം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എയർപോർട്ട് മുഴുവൻ ജനസാഗരമായി പോകും, അവിടുത്തെ ഫ്ലൈറ്റുകളൊക്കെ മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണ്ട, നിങ്ങൾ നേരെ ജന്തർ മന്ദർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോളൂ. ഞാൻ എയർപോർട്ടിൽ വന്നതിന് ശേഷം ജന്തർ മന്ദറിലേക്ക് വരാം. അവിടെ വെച്ച് നമ്മൾ ഇത് നടത്താനുള്ള പ്രതിഷേധം നടത്താനുള്ള പെർമിഷൻ പോലീസ് സ്റ്റേഷനോട് ചോദിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വന്നപ്പോൾ എയർപോർട്ടിലും ആരും പോയില്ല, ഈ പറയുന്ന ജന്തർ മന്ദറിലും വേണ്ടത്ര ആൾക്കാരില്ല, ജന്തർ മന്ദർ പോലീസ് സ്റ്റേഷനിലും ആരുമില്ലായിരുന്നു. സത്യത്തിൽ 14 ദിവസത്തെ നോട്ടീസ് എന്തോ നൽകണം അവിടെ സമരം നടത്തണമെങ്കിൽ. പക്ഷേ ഇദ്ദേഹം വന്ന ഉടനെ അറസ്റ്റ് ചെയ്യുമെന്നും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിഷേധമാക്കി മാറ്റാമെന്നും രാജ്യമാകെ ആളിക്കത്തിക്കാമെന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ കത്തി പടർന്നപ്പോൾ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായ നീക്കം എന്നാണ് ഇൻ്റലിജൻസ് ബ്യൂറോ അതിനെ വിലയിരുത്തിയത്. കാരണം ഇതിന് പിന്നിൽ ചില രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ടാകാം.
പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെ ശക്തമായി അടിച്ചമർത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതായത് അഭിജിത്ത് ദീപ്കെ വരുന്നു, അയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അഭിജിത്ത് ദീപ്കയ്ക്ക് വേണ്ടി ഇവിടെ കുറേ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു, പല സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പലരും സ്വപ്നം കണ്ടത്. പക്ഷേ അഭിജിത്ത് ദീപ്കെ വന്നു, ആരും മൈൻഡ് ചെയ്തില്ല. ജന്തർ മന്ദർ പോലീസ് സ്റ്റേഷനിൽ പോയി സമരമിരിക്കാനുള്ള പെർമിഷൻ ചോദിച്ചു. 2 സമരം ഇരുന്നോളാൻ പറഞ്ഞു. അവർ വന്ന് ജന്തർ മന്ദറിൽ കഴിഞ്ഞ 10 ദിവസമായി കുത്തിയിരിക്കുന്നു. അവർക്ക് എന്തു വേണോ കാണിക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, സമരം എന്ന പേരിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഈ പാതിരാ സമരത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനുള്ള അനുമതി ഒരു ഭാഗത്തു നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അഭിജിത്ത് ദീപ്കെ വിചാരിച്ചതെല്ലാം അവിടെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ മുഴുവൻ പൊളിയുകയാണ്. അറസ്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നോ, ഇയാളെ ജന്തർ മന്ദറിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്നോ, ജന്തർ മന്ദറിൽ നിന്ന് തൂക്കിയെടുത്ത് പുറത്ത് കളയുമെന്നോ ഒന്നും ആരും വിചാരിക്കില്ല. ഒരു ദിവസം പുറത്ത് കളയുമായിരിക്കാം. പക്ഷേ ഇവിടെ ഇതൊന്നും ചെയ്യാത്തത് കാരണം സമരമാകെ ആറിത്തണുത്തു. പത്രങ്ങൾക്കൊന്നും ആദ്യത്തെ പോലെ കോക്രോച്ച് ജനതാ പാർട്ടിയോട് വലിയ ആഭിമുഖ്യമില്ല. BBC ഓരോ ദിവസവും ഓരോ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇതിനെപ്പറ്റി എഴുതുന്നുണ്ട്. പക്ഷേ 4-3-7 പേരാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ തുറന്ന മൈതാനമാണ്. അവിടെ ഡൽഹിയിൽ പൊതുവെ കനത്ത ചൂടാണ്. ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് വരെ പകൽ ചൂട് പോകുന്നുണ്ട്. അങ്ങനെ പകൽ ചൂടുള്ള ഒരു ദിവസത്തിൽ ജന്തർ മന്ദർ പോലെയുള്ള ഒരു മൈതാനിയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വാടകയ്ക്ക് എടുത്തിട്ട് പോലും ആളുകൾ ഈ മൈതാനത്ത് വന്നിരിക്കാൻ തയ്യാറല്ല. രാത്രി കാലങ്ങളിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അതുപോലെ തന്നെ ദില്ലിയിലെ ചില സർവകലാശാലകളിൽ നിന്നൊക്കെ മറ്റേ ഇടത് ജിഹാദി ഇക്കോ സിസ്റ്റംസിൽപ്പെട്ട ചില ആളുകളുണ്ടല്ലോ, ലിബറലുകൾ, ഇവരാണ് അവിടെ വന്നിരുന്ന് സമയം പോക്കുന്നത്. അതല്ലാതെ ഒരു അറ്റൻഷനും അവിടെ കിട്ടുന്നില്ല. 27 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് നീറ്റ് പരീക്ഷ. ഇപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ ആ പ്രസ്താവന കഴിഞ്ഞാൽ പിന്നെ ഇവർ കയറി പിടിച്ചിരിക്കുന്നത് നീറ്റിലാണ്. നീറ്റിൻ്റെ ചോദ്യ പേപ്പർ ചോർന്നത്. 27 ലക്ഷം വിദ്യാർത്ഥികളും പുനഃപരീക്ഷ എഴുതി. അവർ ഹാപ്പിയാണ്. അവരാരും തന്നെ സമരരംഗത്തില്ല. അതോടുകൂടി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവീര്യം തീർന്നു. ഇനി ഏതാനും ചില ലഹളയുണ്ടാക്കുന്ന, സ്ഥിരമായി നമ്മുടെ രാജ്യത്തെ ക്യാമ്പസുകളിൽ ലഹളയുണ്ടാക്കുന്ന, പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുറേ വിദ്യാർത്ഥി കൂട്ടങ്ങളെ വിളിച്ചിരുത്തി അവിടെ എന്തൊക്കെയോ നടക്കുന്നു. അവിടെ രാവിലെ ആകുമ്പോൾ ദേശീയ പതാക ഉയർത്തിയിട്ട് വന്ദേമാതരം പാടുന്നു. ആ വന്ദേമാതരം എന്ന് പറഞ്ഞാൽ മറ്റേ AR റഹ്മാൻ്റെ വന്ദേമാതരമാണ് പാടുന്നത്. ദേശീയ പതാക വീശി കാണിക്കുന്നു. വൈകുന്നേരം മറ്റെന്തൊക്കെയോ പാത്രവും സ്പൂണും ഇട്ടടിച്ച് ബഹളം ഉണ്ടാക്കുന്നു. പോലീസുകാർക്ക് റോസാപ്പൂ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. അവിടെ ആരും പ്രസംഗിക്കുന്നില്ല. അവരുടെ അജണ്ട എന്തെന്നോ അവരുടെ ആവശ്യം എന്തെന്നോ അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്നോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രസംഗവുമില്ല. കാരണം അവിടെ മൈക്കും ഇതൊക്കെ ഉണ്ട്. അഭിജിത്ത് ദീപ്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും എന്നല്ലാതെ ഈ മൈക്ക് ഇയാൾ വേറെ ആർക്കും കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികളെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് കൊടുത്ത പിള്ളേരുണ്ട്. ഇവരെല്ലാം ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞത്. ഇവരെ DGP തെറ്റിക്കണം, അത് കട്ട് ചെയ്യാം. ഇവിടെ GDP ഇടിഞ്ഞു താഴുന്നു എന്നോ മറ്റൊക്കെയാണ് പറഞ്ഞത് ബൈറ്റിൽ. അപ്പോൾ GDP എന്താണെന്ന് ചോദിച്ചാൽ GDPയെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൈക്ക് ആർക്കും കൊടുക്കാൻ നിവൃത്തിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ പലരും വരുന്നുണ്ട്. MA ബേബി അവിടെ പോയി കുമ്പിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദാക്കാരായിട്ട് അവിടെ പോയിട്ടുണ്ട്. ഇവരുമായിട്ടൊക്കെ എന്തൊക്കെയോ ഡിസ്കഷൻസ് നടത്തിയെന്നല്ലാതെ ഇവരെ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കുകയോ, രാഷ്ട്രീയക്കാരെ പ്രസംഗിക്കാൻ അനുവദിച്ചാൽ ഈ സമരം മുഴുവൻ അവരങ്ങോട്ട് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയോ, രാഹുൽ ഗാന്ധിയൊക്കെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള സമരമാണ് ഇത്. മാധ്യമ ശ്രദ്ധ ഒട്ടും ആകർഷിക്കുന്നില്ല. അങ്ങനെ കണ്ടപ്പോഴാണ് സോനം വാങ്ചുക്കിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. സോനം വാങ്ചുക്കിനെ അറിയാമല്ലോ, ലഡാക്കിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി വിജയിപ്പിച്ച വ്യക്തിയാണ്. സാമൂഹിക പ്രവർത്തകനാണ്. ലഡാക്കിൽ വലിയ പ്രക്ഷോഭം, ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടാക്കി വിജയിപ്പിച്ച വ്യക്തിയാണ്. ലഡാക്കിൽ ഈ അടുത്ത കാലത്തുണ്ടായ ജൻസി കലാപം എന്നവർ വിളിക്കുന്ന ആ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ ഇയാളായിരുന്നു. ഇയാളെ തൂക്കിയെടുത്ത് ജയിലിലിട്ടു. രാജസ്ഥാനിലെ ഏതോ ഒരു ജയിലിലാണ് കൊണ്ടുപോയി ഇട്ടത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇയാൾ അവിടെ ജയിലിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കാൻ തുടങ്ങി. ഇയാളുടെ ഭാര്യ വന്ന് പോലീസ് അധികൃതർക്ക് പരാതി നൽകുന്നു, എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും പുറത്തു വിടണം. അവസാനം മാപ്പെഴുതി കൊടുത്തിട്ടാണ് ഇനി ഇങ്ങനത്തെ പ്രക്ഷോഭമൊന്നും ഉണ്ടാക്കില്ല
ജനാധിപത്യപരമായി മാത്രമേ വിഷയങ്ങളെ അധികരിക്കുകയുള്ളൂ, വിഷയങ്ങളെ സമീപിക്കുകയുള്ളൂ. എന്തെങ്കിലും വിഷയം എനിക്കുണ്ടെങ്കിൽ ജനാധിപത്യപരമായി സമരം ചെയ്യും, അല്ലാതെ ഈ സായുധ കലാപത്തിന് നേതൃത്വം നൽകില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷമാണ് സോനം വാങ്ചുക്കിനെ പുറത്തുവിട്ടത്. അപ്പോൾ അതിനുശേഷം ലഡാക്ക് ശാന്തമായി. വാങ്ചുക്കിനെ പിടിച്ചകത്തിട്ടതോടുകൂടി ലഡാക്ക് ശാന്തമായി. ഇപ്പോൾ അതേ വാങ്ചുക്കിനെ വിളിച്ചുകൊണ്ടുവന്ന് ഈ സമരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ദീപ്കെ നോക്കുകയാണ്. ദീപ്കെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്. അയാൾക്ക് അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. അവിടെ ഫോളോവേഴ്സ് കൂട്ടാൻ എന്താണ് വേണ്ടതെന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് വേണമെങ്കിൽ അതിന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ജന്തർ മന്ദറിൽ ഏതാനും ചില വിദ്യാർത്ഥികൾ കൂടിയിരിക്കുന്നു എന്നല്ലാതെ ദീപ്കെ പൂർണ്ണമായും പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി സോനം വാങ്ചുക്ക് വരുന്നു. സോനം വാങ്ചുക്ക് നിരാഹാരം കിടക്കുകയാണ്. അദ്ദേഹം ക്ഷീണിതനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ മഹാത്മാഗാന്ധി കിടന്നതുപോലെയുള്ള നിരാഹാരം ഒന്നും ഇപ്പോൾ ആരും കിടക്കുന്നില്ല. വെള്ളത്തിനകത്ത് ഗ്ലൂക്കോസ് ഇട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിരാഹാരമാവില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. ചിലർ ഗ്ലൂക്കോസ് കുടിക്കുന്നുണ്ടെന്ന് പറയുന്നു, ചിലർ പഴച്ചാറുകൾ അതിൽ കലർത്താറുണ്ടെന്ന് പറയുന്നു, ചിലർ ചിക്കൻ സൂപ്പ് വരെ ഫ്ലാസ്കിനകത്ത് വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ മനുഷ്യന് ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള ആഹാരമാണ്. അതൊക്കെ കഴിച്ചിങ്ങനെ സോനം വാങ്ചുക്ക് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം. BJPക്ക് പ്രധാനമന്ത്രിക്ക് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഔട്ടാണ് എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. നിർമ്മല സീതാരാമനാണ് വിദ്യാഭ്യാസ മന്ത്രിയായി വരാൻ പോകുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സമരം ഇങ്ങനെ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്തു കളഞ്ഞ് ഒരു മന്ത്രിസഭ പുനഃസംഘടന നടന്നാൽ അത് ഇവരുടെ വിജയം എന്ന രീതിയിൽ രാജ്യമൊട്ടാകെ കൊട്ടിഘോഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിന് അത് ഈ സമരം കഴിഞ്ഞിട്ടാകാമെന്ന് കേന്ദ്ര സർക്കാരും അത് നീട്ടിവെച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന് ഏത് രീതിയിലാകണമെന്നാണ് നമ്മൾ ഇതിനിപ്പോൾ ഈ സമരത്തെ അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവസാനം മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് തയ്യാറാകുമോ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ തന്നെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പുതിയൊരു മന്ത്രി വന്നു. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ തെറിച്ചു, അത് ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി വന്നേക്കാം. എന്തായാലും പൂർണ്ണമായ അവഗണന, ഇത് മോദിയുടെ ഒരു ഇതാണ്. ഇപ്പോൾ എല്ലാവരും നിരാഹാരം കിടക്കുന്നു, ഭക്ഷണം കഴിക്കാനും നിവൃത്തിയില്ല, സർക്കാർ ഒട്ടും മൈൻഡ് ചെയ്യുന്നുമില്ല, പോലീസാകട്ടെ വന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നുമില്ല. കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നുവെങ്കിൽ ഇരവാദമെങ്കിലും ഉന്നയിക്കാമായിരുന്നു, കുറച്ചധികം സംഘടനകളെയെങ്കിലും ആകർഷിക്കാമായിരുന്നു. ഇതൊന്നും നടക്കാത്ത ഒരു സ്ഥിതിയാണ്. മോദി പൂർണ്ണമായും ഇവരെ അവഗണിച്ചിരിക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇവരേതുവരെ പോകുമെന്ന് നോക്കട്ടെ എന്ന രീതിയിലാണ് നരേന്ദ്രമോദി നിൽക്കുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇല്ല ആദ്യത്തെ ഒരു ആവേശം. സോഷ്യൽ മീഡിയയിൽ ഇത് തുടങ്ങിയ സമയത്തൊക്കെ തുറക്കാൻ പറ്റില്ലായിരുന്നു. എല്ലായിടത്തും ക്യാമ്പയിനിങ്ങിൻ്റെ, അവരുടെ പാട്ടിൻ്റെ, ഫോട്ടോസിൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ മാധ്യമ ശ്രദ്ധ കുറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ആ ഒരു തുടക്കത്തിലൊരു ആവേശമൊന്നുമില്ല. ഇപ്പം എല്ലാവരും നമ്മളൊക്കെ ഒരു പുതിയ വീഡിയോ വൈറലാകുമ്പോൾ എല്ലാവരും ഒരു ഷെയർ ചെയ്യുന്നതും അത് കാണുന്നതൊക്കെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ CJP. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു യുവാക്കൾ ഈ തുടക്കത്തിൽ ആവേശമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കാണണം. അല്ല, തീർച്ചയായിട്ടും ഈ മറ്റ് രാജ്യങ്ങളിൽ യുവാക്കളെ ഇളക്കി വിട്ട് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. അത് ആ രാജ്യങ്ങളിൽ അതിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. കാരണം ബംഗ്ലാദേശിൽ ശക്തമായ വിലക്കയറ്റം ഉണ്ടായിരുന്നു, സംവരണം പോലത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നേപ്പാളിൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു, ശ്രീലങ്കയിലും അതുതന്നെയാണ്, ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ ഇളക്കി വിടാൻ എളുപ്പമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും സർക്കാർ പുവർ പെർഫോമൻസ് ആണെങ്കിൽ ആ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് അധികാരമുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കൂ, എത്ര സർക്കാരെ വലിച്ച് താഴെയിട്ടത്. തുടർഭരണം നേടുമെന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയ് മൂടിടിച്ച് വീണു. സ്റ്റാലിനെ തൂക്കി ദൂരെ എറിഞ്ഞു. മൊത്തം ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന സ്റ്റാലിൻ ഇതാ ഉന്മൂലനം ചെയ്യപ്പെട്ടു. മമതാ ബാനർജി പോയി. അപ്പോൾ ഇനിയിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സർക്കാരുകളായാൽ പോലും, ഇവിടെ VD സതീശൻ സർക്കാരായാലും, അവിടെ വിജയ് ആയാലും, അപ്പുറത്ത് BJP സർക്കാരായാൽ പോലും അവർ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ ജനങ്ങൾ വലിച്ചു താഴെയിടും. കർണാടകയിലെ BJP സർക്കാരിനെ വലിച്ചു താഴെയിട്ടില്ലേ? അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മികച്ച ഭരണ മാതൃക സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഭരിക്കണമെന്ന് ജനങ്ങൾക്കിപ്പോൾ അറിയാം. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കോൺഗ്രസിൻ്റെ ഭരണം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ഭരണമെന്ന് അവർ വിചാരിച്ചു. 100 രൂപ അവിടെ നിന്ന് അയച്ചാൽ
എന്താണ് ഈ 25 രൂപയോ മറ്റേ താഴെ എത്തുകയുള്ളൂ എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോൾ ജനവും വിചാരിച്ചു അത്രയേ വരുള്ളൂ. ഇപ്പോൾ അതല്ല, 100 രൂപ അയച്ചു കഴിഞ്ഞാൽ 100ഉം വരും എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. സ്വന്തം അക്കൗണ്ടിൽ വരും എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇതിനിടയിൽ ആരും തട്ടിപ്പറിക്കില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് എന്താണ് സദ്ഭരണമെന്ന് ജനങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത എല്ലാ സർക്കാരുകളും ഇനി താഴെ പോകും. ജനങ്ങൾക്കിവിടെ അതിനനുസരിച്ച് അധികാരമുണ്ട്. ആ അധികാരമുള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ഇവിടെ അങ്ങനെ ഒരു പ്രക്ഷോഭത്തിനുള്ള ഒരു സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ പരാജയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും റിയൽ ലൈഫിലും എല്ലാം CJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മോദിയുടെ തന്ത്രം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. പലതരം ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടും കൂടി അതിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരായിട്ട് തന്നെ ഈ പറയുന്ന പ്രതിഷേധ പന്തലൊക്കെ പൊളിച്ച് അവരായിട്ട് പന്തലിടാൻ കാശില്ല, ഒരു വെയിലത്തിരിക്കുക. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സാധനം വീണ് കിട്ടുമ്പോൾ പറയും ഇനി ഞങ്ങളുടെ വിജയമാണെന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാനുള്ള പദ്ധതിയാണോ എന്നും അറിയില്ല. തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.